കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അപകടം സംഭവിച്ചു എന്ന മട്ടിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അദ്ദേഹം മുന്നത്തേതിനേക്കാൾ കരുത്തനായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ്. ലബനനെതിരെയാണ് കടുത്ത മുന്നറിയിപ്പ് ഇക്കുറി നെതന്യാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. ബെയ്റൂട്ടിൽ ബോംബ് വർഷം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ലബനൻ സർക്കാർ തയ്യാറാകണം, ഇല്ലെങ്കിൽ നേരിട്ടുള്ള കരയുദ്ധം ആരംഭിക്കും എന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. വ്യാഴാഴ്ച ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ അതിശക്തമായ ബോംബാക്രമണം നടത്തിയിരുന്നു. മുൻകൂർ മുന്നറിയിപ്പില്ലാതെ നടത്തിയ ഈ ആക്രമണങ്ങളിൽ ബഷൌറയിലെ ഓഫീസ് സമുച്ചയങ്ങളും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടതായാണ് വിവരങ്ങൾ. നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നത് എന്ന് ലബനൻ അധികൃതരോട് നെതന്യാഹു പറഞ്ഞു. തങ്ങളുടെ കരസേന ഏത് നിമിഷവും പുതു ലബനനിലേക്ക് പ്രവേശിക്കാൻ സജ്ജമാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. ദക്ഷിണ ലബനനിലും ബെയ്റൂട്ടിലും തുടരുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. സഹ്റാനി നദിയുടെ തെക്ക് ഭാഗത്തുള്ള താമസക്കാരോട് അടിയന്തരമായി ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഉത്തരവിട്ടിട്ടുണ്ട്. ആർക്കി പട്ടണത്തിൽ നടന്ന ബോംബാക്രമണത്തിൽ ഒരേ കുടുംബത്തിലെ 4 സഹോദരങ്ങളടക്കം 5 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ ലെബനീസ് സർവകലാശാലയുടെ ക്യാമ്പസിൽ ആക്രമണം നടന്നു. അവിടെ സയൻസ് ഫാക്കൽറ്റി മേധാവി മറ്റൊരു പ്രൊഫസറും കൊല്ലപ്പെട്ടത് വിദ്യാഭ്യാസ മേഖലയും ഞെട്ടിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമായതോടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏകദേശം 8 ലക്ഷത്തോളം ആളുകൾ ലെബനനിൽ നിന്ന് പലായനം ചെയ്തതായി വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിക്കുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിയിറക്കത്തിനാണ് ഇപ്പോൾ ലെബനൻ സാക്ഷ്യം വയ്ക്കുന്നത്. ബെയ്റൂട്ടിലെ പൊതു ബീച്ചുകളിലും തെരുവുകളിലും ടെന്റുകൾ കെട്ടി താമസിക്കുന്ന കുടുംബങ്ങൾ പോലും ബോംബ് ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതരല്ല. മരിച്ചാലും ഇവിടെ നിന്ന് പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് കടൽ തീരത്ത് അഭയം പ്രാപിച്ച പല കുടുംബങ്ങളും. വാടകയ്ക്ക് അപ്പാർട്ട്മെന്റുകൾ എടുക്കാൻ സാധിക്കാത്ത സാധാരണക്കാരാണ് യുദ്ധത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളും സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് സമീപമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ് ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തിയത്. ഇറാന്റെ ഇടപെടലിനെതിരെ ലബനൻ സർക്കാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഇറാനിയൻ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. തങ്ങൾ ആഗ്രഹിക്കാത്ത യുദ്ധമാണിത്, വെടിനിർത്തലിനായി രാവും പകലും ശ്രമിക്കുന്നുണ്ടെന്നും ലബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.